Hello dear students, welcome to my YouTube channel. Today we are discussing about casework process. There are 7 steps in casework process which are intake, study, diagnosis, treatment, evaluation, termination and follow-up. First step is intake. Intake means selecting a person. So casework പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇൻടേക്ക് ഫേസ് ആണ്. ഇൻടേക്ക് ഫേസിലാണ് നമ്മൾ ഒരു ക്ലയൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്. The client will have a problem which he cannot solve by himself. സോ നമ്മളുടെ ക്ലയൻറ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഡിസ്ട്രെസ് ഉണ്ടാവും. ഈ ഒരു ഡിസ്ട്രെസ്സുമായിട്ട് വരുന്ന ക്ലയൻറ്റിനെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇൻടേക്ക് ഫേസിൽ നടക്കുന്നത്. ഇൻടേക്ക് ഫേസിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ പേഴ്സണൽ ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് അയാളുടെ ഏജ്, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഏർലി ഫാമിലി ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഇൻടേക്ക് ഫേസിൽ കളക്ട് ചെയ്യുന്നത്. പേഴ്സണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഏജ്, സെക്സ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഹാൻഡിക്യാപ്ഡ് ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടല്ല നമ്മൾ ഇൻടേക്ക് ഫേസിൽ എടുക്കുന്നത്. ബേസിക് ആയിട്ട് ഈ ഒരു എത്ര ടൈം പീരീഡ് ആയിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ക്ലയൻറ്റിൻ്റെ ജോലി, ഇൻകം, എവിടെയാണ് താമസിക്കുന്നത്, അതായത് അഡ്രസ്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻടേക്ക് ഫേസിൽ കളക്ട് ചെയ്യുന്നത്. So the second stage in casework process is study. Study means acquiring knowledge through various methods to understand about the problem of the client. അതായത് പല കേസ് വർക്ക് ടൂൾസ് യൂസ് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ ആക്ച്വൽ പ്രോബ്ലം മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റഡി എന്ന് വിളിക്കുന്നത്. സ്റ്റഡി ഫേസിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഇൻ്റർവ്യൂ, ഹോം വിസിറ്റ്, കൊളാറ്ററൽ കോണ്ടാക്ട്സ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻ്റർവ്യൂ ഈസ് എ 2-way പ്രോസസ്. It refers to meeting of the case worker and the client in a face-to-face conversation. അതായത് കേസ് വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി ഓൺ ദ പാർട്ട് ഓഫ് കേസ് വർക്കർ. അപ്പോൾ കേസ് വർക്കർക്ക് ക്ലയൻറ്റുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കേസ് വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൻ്റെ സമയത്ത് ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാം. ക്ലയൻറ്റിൻ്റെ അടുത്ത് തന്നെ എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യാം. സ്റ്റഡി ഫേസിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടും ചെയ്യാറുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും ചെയ്യാറുണ്ട്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ക്ലയൻറ്റുമായിട്ട് നേരിട്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഫാമിലി അല്ലെങ്കിൽ കൊളാറ്ററൽ കോണ്ടാക്ട്സുമായിട്ട് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഈ 2 ടൈപ്പ് ഇൻ്റർവ്യൂയും കറക്റ്റ് പ്രോബ്ലത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി സ്റ്റഡി ഫേസിൽ നമുക്ക് രണ്ടാമതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ടൂളാണ് ഹോം വിസിറ്റ്. ഹോം വിസിറ്റ് ഈസ് ആക്ട് ഓഫ് ഗോയിങ് ടു ക്ലയൻറ്റ്സ് ഹോം ഇൻ ഓർഡർ ടു പ്രൊവൈഡ് പ്രൊഫഷണൽ സോഷ്യൽ സർവീസ്. നമുക്കറിയാം, ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലത്തിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അയാളുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഫാമിലി ഹിസ്റ്ററി, ഇങ്ങനെ പല കാര്യങ്ങളും ചേർന്നതാണ് ഒരു ക്ലയൻറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ഇൻഡിവിജ്വലിൻ്റെ മാത്രം പ്രോബ്ലം അല്ലാന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ക്ലയൻറ്റിൻ്റെ ആക്ച്വൽ സിറ്റുവേഷൻ, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹോം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലയൻറ്റിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാനും ക്ലയൻറ്റിന് എഫക്റ്റീവായിട്ട് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഇനി ക്ലയൻറ്റിന് എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ്, ക്രോണിക് ഇൽനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഏജൻസിയിലോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നമുക്ക് ഹോം വിസിറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് കൊളാറ്ററൽ കോണ്ടാക്ട്സ്. കൊളാറ്ററൽ കോണ്ടാക്ട്സ് എന്ന് പറയുമ്പോൾ ക്ലയൻറ്റിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസ് ആണ്. അതായത് ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കൊളീഗ്സ്, അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, ഇങ്ങനെയുള്ള ക്ലയൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ, ഇതാണ് കൊളാറ്ററൽ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൂടാതെ ഇത്തരം കൊളാറ്ററൽ കോണ്ടാക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ടുള്ള പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അതായത് ഒരു ക്ലയൻറ്റിൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അയാളുടെ സോഷ്യൽ ഫങ്ഷനിങ് എങ്ങനെയാണ്, സോഷ്യൽ ഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊളാറ്ററൽ കോണ്ടാക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റഡി സ്റ്റേജിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഫേസ് ആണ് കേസ് വർക്ക് പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ ഡയഗ്നോസിസ് ആണ്. Diagnosis means the process of identifying a problem and its underlying causes and formulating a solution. നമ്മൾ സ്റ്റഡി ഫേസിൽ മനസ്സിലാക്കിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഈ ഡീറ്റെയിൽസിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള കോസസ്, അതായത് അണ്ടർലൈങ് കോസസ്, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്, ആക്ച്വൽ ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള വേരിയസ് ആയിട്ടുള്ള റീസൺസ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. There are some types of diagnosis that are dynamic diagnosis, etiological diagnosis, classificatory diagnosis, etc. ഇതിൽ ഡൈനാമിക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റിയൽ പ്രോബ്ലം, എന്തൊക്കെ സൈക്കോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് ഈ പ്രോബ്ലം അറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം കാരണം ഇൻഡിവിജ്വലിൻ്റെ വെൽബീയിങ്ങിനും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ചുറ്റുള്ള ആൾക്കാർക്കും എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതുപോലെ എന്ത് സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക ഇതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, ഇത്തരം ഡീറ്റെയിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡയഗ്നോസിനെയാണ് നമ്മൾ ഡൈനാമിക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. The second one is etiological diagnosis. Etiology means the study of cause or reasons. കാരണങ്ങളെക്കുറിച്ച്, റീസൺസ് അല്ലെങ്കിൽ കോസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എത്തിയോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്തിയോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ റീസൺസ്, അതായത് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായത് എന്നുള്ളത് പഠിക്കുന്നതിനെയാണ് നമ്മൾ എത്തിയോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് വിളിക്കുന്നത്. എത്തിയോളജിക്കൽ ഡയഗ്നോസിസിൽ നമ്മൾ മെയിനായിട്ടും ക്ലയൻറ്റിൻ്റെ ഫാമിലി ഹിസ്റ്ററി, അയാളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഡയഗ്നോസിസ് ഫേസ് കഴിഞ്ഞാൽ നാലാമത്തെ കേസ് വർക്ക് പ്രോസസ് സ്റ്റെപ്പാണ് വിച്ച് ഈസ് ഇൻ്റർവെൻഷൻ ഓർ ട്രീറ്റ്മെൻറ്റ് ഫേസ്. സ്റ്റഡിയും ഡയഗ്നോസിസൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇനി ചെയ്യാനുള്ളത് ട്രീറ്റ്മെൻ്റ് ആണ്. പല ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചസ് നമ്മൾ കേസ് വർക്കിൽ ചെയ്യാറുണ്ട്, സച്ച് ആസ് സപ്പോർട്ടീവ് ടെക്നിക്സ്, റിഫ്ലക്റ്റീവ് ടെക്നിക്സ്, കൗൺസിലിംഗ് ടെക്നിക്സ്. സപ്പോർട്ടീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റ് മാനിപ്പുലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ സ്റ്റുഡൻറ്റിന് പുവർ ആയിട്ടുള്ള അക്കാദമിക് പെർഫോമൻസ് ആണ് ഉള്ളത്. അപ്പോൾ കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് പുവർ അക്കാദമിക് പെർഫോമൻസ് ആണ്. നമ്മൾ സ്റ്റഡി ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കുട്ടിയുടെ ഫാമിലിയിലാണ് പ്രശ്നമുള്ളത്, അല്ലാതെ കുട്ടിക്ക് പ്രത്യേകിച്ച് പഠിക്കുന്നതിന് IQ കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടിയുടെ ഫാമിലിയിൽ ഇപ്പോൾ പാരൻറ്റ്, ഫാദർ ഭയങ്കര ദിവസം കള്ളുകുടിച്ച് വരിക, അങ്ങനെയുള്ള ഇഷ്യൂ ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിലില്ല. അതാണ് ആക്ച്വൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് നമുക്ക് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് കുട്ടിക്ക് കൗൺസിലിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്, കുട്ടിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, സപ്പോർട്ടീവ് ടെക്നിക്സ് ആണ് കൊടുക്കേണ്ടത്. അതായത് കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട അപ്രോച്ച് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഹോസ്റ്റലിൽ നിർത്തുക എന്താണെന്നുള്ളത് ആ ഒരു കേസിനനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു രീതി, ഒരു സൊല്യൂഷൻ നമ്മൾ എത്താം. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ ഇൻഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മാനിപ്പുലേഷൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ടെക്നിക്കാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ ഹെൽപ്പ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്. ഈ സെയിം കുട്ടിയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ബുക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടി പഠിക്കാത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ബുക്സ് ഇല്ലാത്തതാണ് അല്ലെങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ബുക്ക് വാങ്ങിക്കാൻ പറ്റാത്തതാണ് കുട്ടിയുടെ റീസൺ എങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ബുക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, അതൊരു മെറ്റീരിയൽ ഹെൽപ്പ് അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്.
ഇനിയുള്ളത് കൗൺസിലിംഗ് ടെക്നിക്സ് ആണ്. ഇതൊരു ഡയറക്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെ കൊണ്ടാണ് കുട്ടി അക്കാദമിക്കലി പുവറായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടിക്ക് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇനി കേസ് വർക്ക് പ്രോസസ്സിലെ 5ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇവാലുവേഷനാണ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തോ, ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ ആയോ, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടെർമിനേഷനാണ്. ഇവാലുവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേഷൻ ചെയ്യാം. ടെർമിനേഷൻ മീൻസ് ദ എൻഡിങ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ വർക്കർ ആൻഡ് ദ ക്ലയൻസ്. നമ്മളുടെ ക്ലയൻറ്റും നമ്മളും തമ്മിൽ, കേസ് വർക്കറും തമ്മിലുള്ള ആ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ ഇത് തുടങ്ങുന്ന സമയത്ത്, ഇയാളുടെ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ എൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ടെർമിനേഷൻ്റെ സമയത്ത് പല റിയാക്ഷൻസും ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ടെർമിനേഷൻ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, ടെർമിനേഷൻ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് വളരെ ഡിപ്രഷൻ, അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോവുക. ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിസ്പയർ ആയിട്ടുള്ള അവസ്ഥ, മോട്ടിവേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ക്ലയൻറ്റ് നമ്മളുടെ അടുത്ത് ഈ ഒരു ടെർമിനേഷൻ ചെയ്യാൻ ഇപ്പോൾ ചെയ്യേണ്ട, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറയാം. ഇങ്ങനത്തെ റിയാക്ഷൻസൊക്കെ ടെർമിനേഷൻ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കേസ് വർക്ക് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫോളോ അപ്പാണ്. അതായത് ടെർമിനേറ്റ് ചെയ്ത ക്ലയൻറ്റിനെ വല്ലപ്പോഴും ഇൻഫോർമലായിട്ടോ അല്ലെങ്കിൽ ഫോർമലായിട്ടോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ഇത്രയാണ് കേസ് വർക്കിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിലെല്ലാ സ്റ്റേജുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.